ഞാൻ കണക്കുകൾ വെച്ചാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ആ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞകാല ബജറ്റുകൾ ഓരോന്നും തിരിച്ചു നോക്കുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും പറയണത് 100% ശരിയാണ് എന്ന്. കാരണം ഈ സർക്കാർ ഈ വർഷം തന്നെ, അതായത് 144 പ്രാവശ്യമാണ് ഒരു വർഷം ഒരു ഗവൺമെൻറ്റിന് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാവുന്ന റിസർവ് ബാങ്കിൽ നിന്ന്. ആ ഓവർ ഡ്രാഫ്റ്റ് എടുക്കൽ തന്നെ ഏകദേശം 144 അടുത്തെത്തി നിൽക്കുകയാണ് ഈ വർഷം. അപ്പോൾ അങ്ങനെ ഒരുപാട് തവണ ഓവർ ഡ്രാഫ്റ്റ് എടുത്തു. അത് കൂടാതെ തന്നെ എടുക്കാവുന്ന അത്രയും കടം എടുത്തു. അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത ദിവസം ശ്രീ ബാലഗോപാൽ പറഞ്ഞല്ലോ 6000 കോടി ഞങ്ങൾ ബാക്കി വെച്ചിട്ടാണ് ഇറങ്ങിയത്, ഖജനാവ് കാലി എന്ന് പറയുന്നത് കള്ളമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കാം, 6000 കോടി അവിടെ ഉണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് ഓർമ്മ വേണം, കഴിഞ്ഞ ഓണക്കാലത്തിന് മുൻപ് മുതലേ എന്താ പറയുക, ചെക്കുകളും ഡ്രാഫ്റ്റുകളും ഒക്കെ ക്യൂ സിസ്റ്റത്തിൽ കിടക്കുകയാണ്. ആദ്യം പറഞ്ഞ് 10 ലക്ഷത്തിൽ കൂടിയത് ക്യാഷ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് കുറച്ച് 3 ലക്ഷത്തിൽ കൂടുതലുള്ളത് പോലും ക്യാഷ് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും അതുപോലെ നമുക്ക് ഓർമ്മയുണ്ട്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ വന്ന സമയത്ത് സർക്കാരിൻ്റെ ചില പ്രോമിസസ് ഉണ്ടായിരുന്നു. വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള പ്രോമിസസ് ആയിരുന്നു. അതായത് ശമ്പളം 11ാം ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക കിടക്കുകയാണ്. അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ് അനൗൺസ് ചെയ്ത DA/DR കുടിശ്ശികകൾ, അതിന് ഒരുപാട് ഗഡുക്കൾ ഇപ്പോഴും കിടക്കുകയാണ്, ഇപ്പോഴും കിടക്കുകയാണ്. അപ്പം പറഞ്ഞിരുന്നത് ഇത് ഗവൺമെൻറ് ഇലക്ഷൻ വരുന്നതിനൊക്കെ മുൻപ്, അതായത് അത് 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ്റെ സമയത്ത് അതിന് മുൻപാണ് ഇത് ഡിക്ലെയർ ചെയ്യുന്നത്. അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുന്നതിന് മുൻപ് ഇതെല്ലാം കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞു. ഇതുവരെ കൊടുത്തു തീർക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ക്യൂ സിസ്റ്റം നിൽക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ 6000 കോടി എന്ന് പറഞ്ഞത് ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി കിട്ടിയ പണം അത് പിന്നെ കൊടുക്കേണ്ട വകുപ്പിലേക്ക് കൊടുക്കാതെ ചെയ്തതായിരിക്കും. അപ്പം ഈ വകമാറ്റൽ CAG എപ്പോഴും ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു വലിയ തെറ്റാണ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള ഒരു പാകപ്പിഴയാണ് വകമാറ്റി ചെലവഴിക്കൽ. അതെന്തിനാണ് ഈ വകമാറ്റി ചെലവഴിക്കുന്നത്? ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, വകമാറ്റി ചെലവഴിക്കലിൻ്റെ ഭീകരത. അതായത് നമുക്ക് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇന്ത്യയുടെ കാർഷിക പാരിസ്ഥിതിക സൗഹൃദ വികസനം അതിന് വേണ്ടിയിട്ട് ഒരു വലിയ വായ്പ തരുന്നു. ആ വായ്പയുടെ കേരളത്തിൻ്റെ ആദ്യ ഗഡു 139 കോടി എന്നാണ് എൻ്റെ ഓർമ്മ. കേരളത്തിലേക്ക് വരുന്നു. കേര പദ്ധതിക്ക് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ തെങ്ങിൻ്റെ കൃഷി അല്ല ഉദ്ദേശിക്കുന്നത്, കേരളത്തിൻ്റെ കാർഷിക എന്താ പറയുക പാരിസ്ഥിതിക സൗഹൃദ മുന്നേറ്റം അതിനാണ്. അപ്പോൾ ആ കിട്ടിയ വായ്പ കൃഷിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്ന് B. അശോകാണ്. B. അശോക് അറിയാതെ ആ എമൗണ്ട് വകമാറ്റി. അപ്പോൾ ഈ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിന് ഒരു സ്വഭാവമുണ്ട്, ഒരു വായ്പ ഒരു രാജ്യത്തിന് കൊടുത്താൽ അത് കൃത്യമായിട്ടും ചെലവഴിച്ചിരിക്കണം ആ പർപ്പസിന് വേണ്ടി. അപ്പോൾ അതും 15 ദിവസം അവർ പണം കൊടുത്തു കഴിഞ്ഞാൽ 15 ദിവസം കഴിയുമ്പോഴേക്കും ആ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ അത് എത്തി അത് പ്രയോജനപ്പെടുത്താനുള്ള പ്രാരംഭ പ്രവർത്തനം തുടങ്ങിയെന്ന് പറയണം. അപ്പോൾ അതറിയാൻ വേണ്ടി ഇവർ നടത്തിയ അന്വേഷണത്തിലാണ് മിസ്റ്റർ B. അശോക് ഇതറിയുന്നത്, ഇങ്ങനെ വായ്പ വന്നു എന്നും താൻ പോലും അറിയാതെ അത് വകമാറ്റി എന്നുള്ളത്. അപ്പോൾ അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു പത്രക്കാർക്ക് കൊടുക്കുകയോ അങ്ങനെ എന്തോ ചെയ്തു ആ വിവരം. അതോടെ അദ്ദേഹവുമായിട്ട് കലബലിയായി. പിന്നെ നിങ്ങൾക്കറിയാം, മാധ്യമങ്ങൾക്കറിയാം എന്തൊക്കെ സംഭവിച്ചു എന്ന്. ഇപ്പോഴും ആ അടികലശൽ തീർന്നിട്ടില്ല. അപ്പോൾ അതാണ് ഈ വകമാറ്റൽ. അപ്പോൾ വളരെ, അതായത് നമ്മുടെ കാർഷിക രംഗം അത്ര പരിതാപകരമായ അവസ്ഥയിൽ, വന്യജീവി മനുഷ്യ സംഘർഷം ഒരു വശത്ത്, അതുകൂടാതെ തന്നെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെ കാർഷിക മേഖല തളർന്നു കിടക്കുകയാണ്. അങ്ങനെയുള്ള കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് കിട്ടിയ ഫണ്ട് പോലും വകമാറ്റി എന്ന് പറഞ്ഞാൽ ആ ഗവൺമെൻറ് ചെയ്യുന്ന തെറ്റ് എത്ര ഭീമമായ തെറ്റാണ്. എന്നിട്ട് ചേർത്ത് പിടിക്കുന്നു. കേരളീയം നമ്മൾ കണ്ടു ചേർത്ത് പിടിക്കലിൻ്റെ, അതുപോലെ നവകേരള സദസ്സ് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് എൻ്റെ കേരളം പരിപാടി, ഇതൊക്കെ ചേർത്ത് പിടിക്കലായിരുന്നു. പക്ഷെ ആരെ ചേർത്ത് പിടിച്ചു എന്ന് മാത്രം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ആരെയും ചേർത്ത് പിടിച്ചില്ല, അതുകൊണ്ട് എല്ലാവരും കൂടി താഴെ ഇറക്കുക ചെയ്തതെന്ന്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ 6000 കോടി ഇട്ടുപോയി എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കടത്തിൻ്റെ, അതായത് ധനപ്രതിസന്ധിയെപ്പറ്റി പറയുമ്പോൾ 1-2 സൂചനകൾ ഞാൻ തരാം. അതായത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇറങ്ങുന്ന സമയത്ത്, അതായത് ബാറ്റൺ കൈമാറുന്ന സമയത്ത്, പിണറായി വിജയന് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സഞ്ചിത കടം എന്ന് പറഞ്ഞാൽ സംസ്ഥാനം ഫോം ചെയ്യപ്പെട്ട 1956 മുതൽ കൂട്ടിച്ചേർക്കപ്പെട്ട കടം, അതാണ് സഞ്ചിത കടം എന്ന് പറയുന്നത്. അത്
1,53,200 കോടിയായിരുന്നു. ആ കടം ഇപ്പോൾ 6 ലക്ഷം കോടിയിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഇത്രയും വർഷങ്ങൾ കൊണ്ട് 1956 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ 1,53,200 കോടിയായിരുന്ന സഞ്ചിത കടം, അതൊക്കെ ബജറ്റ് ഡോക്യുമെൻറ്റിലുള്ളതാണ് കേട്ടോ, ആയിരുന്ന കടമാണ് ഇപ്പോൾ 6 ലക്ഷം കോടിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ആരും പറയുകയല്ല ചെയ്യേണ്ട, ബജറ്റ് ഡോക്യുമെൻറ്റ് നോക്കിയാൽ നമുക്കറിയാം. അപ്പോൾ അത് ബജറ്റ് ഡോക്യുമെൻറ്റിൽ 4,87,897 കോടിയാണ് കടം. പിന്നെ എങ്ങനെ ഇത് 6 ലക്ഷം കോടിയാണ്? അവിടെയാണ് അതിൻ്റെ രസം വരുന്നത്. കിഫ്ബി വഴിയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും എടുത്തിരിക്കുന്ന കടം, കിഫ്ബി വഴി തന്നെ 1,10,000 കോടിയോളം കടം എടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത്രയും മുഴുവൻ ഉപയോഗിച്ചിട്ടില്ല. ആ ഉപയോഗിച്ച കടം, അതിൻ്റെ അകത്തുനിന്ന് ഉപയോഗിച്ചത്ര കടവും പിന്നെ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴി എടുത്ത കടവും കൂടി ചേർത്തു. ഈ 4,87,897 കോടിയുടെ കൂടെ ചേർത്തു. അങ്ങനെ ചേർത്തപ്പോഴാണ് അത് 6 ലക്ഷം കോടിയായിട്ട് തീർന്നത്. അപ്പോൾ 6 ലക്ഷം കോടി കടത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്.